വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലെ കണ്ടഞ്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്തിന് നല്ലൊരു സവിശേഷതയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശമാണിത്. നമ്മുടെ നാടുകളിൽ കൃഷിയും കൃഷിയിടങ്ങളും അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള കുറേ ആളുകൾ നമ്മളെ പഴയ കാല ചരിത്രം ഓർമ്മിപ്പിക്കാൻ ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ മികച്ച കർഷകനുള്ള അവാർഡ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പ്രാവശ്യം ജില്ലയിലോ സംസ്ഥാനത്തിലോ അത്തരം അവാർഡുകൾ അദ്ദേഹത്തെ തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമ്മൾ 200 വർഷമൊക്കെ പഴക്കമുള്ള പെട്ടിമുറ എന്നൊക്കെ പറയുന്ന പഴയൊരു സിസ്റ്റമൊക്കെ നമ്മൾ ഇന്നത്തെ ആധുനിക കാലത്തെ വെല്ലുന്ന പഴയൊരു സിസ്റ്റമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നു. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പരിചയപ്പെട്ടോ? ഞാൻ ഈ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ്, സെക്രട്ടറി കമ്മന. ഇത് പിന്നെ മൊയ്ജിക്ക താവന മൊയ്ജിക്ക എന്ന് പറയും. നമ്മുടെ ഈ പാടശേഖരത്തിന്റെ ഒക്കെ ഒരു നെൽകൃഷി മേഖലയിലെ ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയാം. ഇത് സദാനന്ദ മാസ്റ്റർ നമ്മുടെ ഈ കണ്ടന്തര പാടശേഖര സമിതിന്റെ ഒരു അംഗമാണ്. വളരെ പഴക്കം ചെന്ന പിന്നെ കർഷക കുടുംബത്തിലെ അംഗമാണ്, കർഷകനാണ്. എല്ലാ വർഷവും കൃഷിയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. ഇക്കുറിയും ഒരു 1.5-2 ഏക്കറൊക്കെ അടുത്ത് കൃഷി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോ ഇത്തവണ കഴിഞ്ഞ തവണ അവാർഡ് കൃഷിയുടെ ബ്ലോക്കിന്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പിന്നെ കൃഷി വകുപ്പിന്റെ 2-3 തവണ അതിന്റെ പിന്നെ മികച്ച നെൽകർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡിലല്ല പ്രാധാന്യം. അവാർഡ് എന്നൊക്കെ പറയുന്നത് നമ്മളെ തേടിയെത്തുന്ന ഒരു ആദരം, അത് ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന. അതിലപ്പുറത്ത് നമ്മളെ പൂർവികന്മാര് നമുക്ക് ബാക്കി വെച്ച ഏറ്റവും വലിയ പുണ്യവും ധർമ്മവുമാണ് ഈ കൃഷി. ഞങ്ങളുടെ ഒക്കെ അഭിപ്രായത്തിൽ യുവാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരൊക്കെ തന്നെ ഈ കൃഷിയിലേക്ക് മടങ്ങണം. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളിത് സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും ഒക്കെ കണക്കൂട്ടി വയ്ക്കിയാൽ ഒരു നിലക്കും കൃഷിയിലേക്ക് ഇറങ്ങൂല. പക്ഷെ അതിലപ്പുറത്തുള്ള ഒരു നമ്മുടെ അന്നം, ആ അന്നത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ട മനസ്സുമായിട്ടാണ് നമ്മളൊക്കെ ഇതിലിറങ്ങിയിരിക്കുന്നത്. ഇവിടെ 15ഓളം ആളുകൾ ഷെയർ എടുത്തിട്ടാണ് ഇവിടെയും ഗിബീർ പാടശേഖരത്തിൽ 20 ഏക്കർ കൃഷി ചെയ്യുന്നത്. അത് കൂടാതെ 25 ഏക്കർ, 2 ഏക്കർ, 2.5 ഏക്കർ, 50 സെന്റ്, 10 സെന്റൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന മാത്രമാണ് ഒരുപാട് കർഷകന്മാർ. ഇത് കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മേപ്പയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട കരുവോട് കണ്ടഞ്ചിറ പാടശേഖരം. ഏതാണ്ട് 300ഓളം ഏക്കർ കണ്ടഞ്ചിറ പാടശേഖര പരിധിയിലുണ്ട്. ഈ പിന്നെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ അന്യം വന്നു പോവുക. ആർക്കും താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് പറ്റൂല. എന്തിനായിരുന്നാലും നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത് പിന്നെ കലർന്ന അന്നമാണെന്ന്, ഭക്ഷണമാണെന്ന് നമ്മൾ പറയുകയും നമുക്ക് ഇത്രയും വിശാലമായ സൗകര്യം വളരെ പോസിറ്റീവായി ഉണ്ടായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നമ്മൾ ചെയ്യുന്ന പമ്പര വിഡ്ഢിത്തമാണ്. അത് പറ്റൂല. നമ്മളുടെ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി നല്ല അന്നം, നമ്മുടെ ആഹാരം കഴിക്കുക. മാത്രമല്ല, ഇത് ഒരു കൃഷി ചെയ്യുന്നതിലൂടെ നമ്മളിപ്പം കണ്ടില്ലേ, 100 കണക്കിന് പക്ഷികളാണ്, അവർക്ക് ഭക്ഷണം. അതുപോലെ തന്നെ നെല്ലായിരുന്നാലും കുറേയൊക്കെ പ്രാവും മറ്റൊക്കെ അതും അവർക്കുള്ള ഭക്ഷണമാണ്. മത്സ്യങ്ങൾ അത് അവർക്കും ഭക്ഷണമാണ്. മൃഗങ്ങൾക്ക് അവർക്കും ഭക്ഷണമാണ്. മനുഷ്യർക്ക് നല്ല ശുദ്ധമായ ഭക്ഷണമാണ്. അങ്ങനെ മൊത്തത്തിൽ അന്നം നൽകുന്ന ഒരു അന്നദാതാവാണ് ശരിക്കും നമ്മുടെ ഈ നെൽവയൽ. അത് ശരിക്കും നമ്മൾ തരിച്ചാക്കിയിട്ട് കൃഷി ചെയ്യാതിരിക്കുക എന്ന് ചെയ്യുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. അതിലേക്ക് എല്ലാവരും തിരിച്ച് വരണമെന്നാണ് നിങ്ങൾക്കൊക്കെ ഏകതരത്തിൽ പറയാനുള്ളത്. ഇതിന്റെ പേരിന് പെട്ടിയും പറയാം. ഇത് പെട്ടിയും പറയുന്ന വളരെ പഴക്കം ചെന്ന ഒരു പിന്നെ വെള്ളം ഇത്ര തടാകം മാതിരി വളരെ പോയമാതിരിയുള്ള സ്ഥലത്തു നിന്നൊക്കെ വെള്ളം അടിച്ചു വെട്ടിക്കുന്ന ഒരു മോട്ടോർ സംഭവം. ഇപ്പൊ പിന്നെ HPന്റെ ഡീസൽ എഞ്ചിൻ ഈ ബെൽറ്റ് ആ പുള്ളിയും കൂടി കറങ്ങിയിട്ട് അതിന്റെ അടിയിൽ വലിയ പറയുണ്ട്. ആ പറയാണ് ഇതിന്റെ കൂട്ടുവാളി എന്ന് പറയുന്ന സാധനം. ഒരു തേനുണ്ടാവും അതിന്റെ ഉള്ളിൽ. അത് കറങ്ങിയിട്ട് ജനാലുമാതിരി വെള്ളം അങ്ങോട്ടേക്ക് നിങ്ങൾക്കിപ്പോ കാണാം. അപ്പൊ ഇതെന്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ, നമ്മളിപ്പോ ഒരു 3 HP മോട്ടർ എടുത്തിട്ട് വെള്ളം അടിക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ നമുക്ക് 1000 ലിറ്റർ വെള്ളം. 1 മിനിറ്റിൽ 1 മണിക്കൂറിലേക്ക് 1 ലിറ്റർ പെട്രോൾ, 100 രൂപയുടെ പെട്രോളോ ഡീസലോ ആണ്. അതിന് നമുക്ക് തള്ളുക 1000 ലിറ്റർ. ഇത് 100 രൂപയുടെ ഡീസലേ വേണ്ടു. പക്ഷെ തള്ളു 25,000 ലിറ്റർ. 25,000. അതിപ്പോ മാട മനസ്സിലാവും. 1 മിനിറ്റില്. അതാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. 5,000-ന്റെ 25,000-ന്റെ 50,000-ന്റെ മേലെ വെള്ളം തള്ളു.
ഇത് കറക്ക്, ഈ വീല് കറക്ക്, കൈ കൂടെ വരെ അപ്പുറം. ഒരുപാട്. അപ്പോ ഇനിയിപ്പോ കൃഷി ചെയ്യുന്ന പെണ്ണുങ്ങൾ മാറി ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് മാറി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആഗമനം. അപ്പോ പിന്നെ ബീഹാർ ബീഹാർ അതുണ്ട്. ഇവരൊക്കെ കൃഷി ചെയ്ത് ശീലമുള്ള ആളായിരിക്കും അല്ലേ? അവിടെ അവർക്ക് അവിടെ കൃഷി ചെയ്ത് ശീലമുള്ള ആളുകളാണ്. കേട്ടല്ലേ? അല്ലെങ്കിൽ ഇതിന്റെ ഏന്റെ നേസം സ്ലിപ്പാണ്. പ്രശ്നമല്ല, മരുന്ന് വേറെ ഉണ്ട്. നിങ്ങളൊക്കെ കയറി ഇങ്ങോട്ടേക്ക് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനകത്തൊരു ഇത്രയും വെള്ളം മീൻ കയറിക്കാൻ ഞാൻ മീൻ പിടിക്കാനുള്ള സമയമാണ്. അതിനകത്ത് മീൻ കയറും. സമയമില്ലാവോ രണ്ട് പിന്നെ സാമ്പത്തികല്ലോ ഇത്രയും വലിയ പുഴമായിരുന്ന വെള്ളം അത്രയും നല്ല പോയിച്ചിന് വരുന്നില്ല. നല്ല പോയിച്ചിന് വരാം. കണ്ടാല് ഇവിടെ കൃഷി എടുക്കും പറ്റുകൊണ്ട് ചോദിച്ചില്ല. ഇത്രയും വെള്ളം ഒന്നിച്ച് തള്ളാനുള്ള സംവിധാനമായിരിക്കും. എത്ര പെട്ടെന്ന് ആ വെള്ളം വലിയെന്നറിയാം. ഇവിടെ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ ഈ വെള്ളം വറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള കൃഷിയും പറയുവാണ് നല്ല പോയിച്ചിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതാണല്ലേ? വെള്ളം അങ്ങനെ ഒലിച്ചു വരുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അരമണിക്കൂർ കൊണ്ട് 25,000 ലിറ്റർ വെള്ളം തള്ളുന്നു പറഞ്ഞതിൻ്റെ തെളിവാണ്. നമ്മൾ കൊയ്യുമ്പോൾ അതിലെല്ലാം ബംഗാളികളതാവും പൈങ്കിടി എന്നൊരവസ്ഥയിലേക്ക് ഇപ്പം നമ്മളെ പാട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൃഷിയിടങ്ങളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളായി മാറിയിട്ടുണ്ട്. പഴങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങളൊക്കെ വിഷാംശം നിറഞ്ഞ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഇത്തരം കൃഷിയിടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് ചെയ്യുന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.